പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗിലിടെയും കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി സൂമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ശേഷാൽ വിവിധ ടൈം സോണുകളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൂടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തുല സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ എല്ലാ സാവകാശത്തിനെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. KCT ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥന 2-ാം ദിവസമാണല്ലോ ഇന്ന് രാത്രിയെങ്കിലും. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവവചനം ഇന്ന് രാത്രി നമ്മോട് എന്ത് സംസാരിക്കാൻ, എന്താണ് എന്നോട് സംസാരിക്കേണ്ടത് എന്ന് ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചപ്പോഴേ അല്പം ഒരു സുവിശേഷത്തെ കുറിച്ച് ഇന്ന് അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് ഞാൻ കർത്താവ് ശരണം പ്രാപിക്കുകയാണ്. സുവിശേഷമാണ് എല്ലാത്തിൻ്റെ ആധാരം. സുവിശേഷം മുഖാന്തരമാണ് നാം എല്ലാവരും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുവാനുള്ള കാരണം ഈ സുവിശേഷമാണ്. ഈ സുവിശേഷം അത് സ്പ്രെഡ് ചെയ്യപ്പെട്ടില്ലായിരുന്നു എങ്കിൽ നമ്മളാരും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കാണുകയില്ലായിരുന്നു. രാത്രി ഈ സുവിശേഷമാണ് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് കൂട്ടിവരുത്തിയ ആ മഹാസ്നേഹത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. അതിനാധാരമായിട്ട് റോമാലേഖനം അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇന്ന് രാത്രി ഇവിടെ വായിക്കുന്നു. റോമർ ചാപ്റ്റർ 1 വേഴ്സ് 16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. For I am not ashamed of the gospel, for it is the power of God for salvation to everyone who believes, the Jew first and also to the Greek. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുന്ന കോരിന്തിൽ നിന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് പോകുവാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഇന്ന് രാത്രി കടക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യം, സുവിശേഷത്തെ കുറിച്ച് ഞാൻ ഒരിക്കലും ലജ്ജിക്കുന്നില്ല. ഒരു കാലത്ത് സുവിശേഷത്തെ കുറിച്ച് ലജ്ജിച്ചിരുന്ന പൗലോസ്, യേശു ക്രിസ്തുവിനെ പറ്റി ലജ്ജിച്ചിരുന്ന പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, എനിക്ക് ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. അപ്പോൾ ഇത് എവിടെയോ മറയപ്പെട്ട് കിടന്ന ഈ സുവിശേഷം പൗലോസിന് ഇത് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ, ഇതിന്റെ യഥാർത്ഥമായ മർമ്മങ്ങൾ മനസ്സിലായപ്പോൾ ഇതിനെക്കുറിച്ച് പൗലോസ് ലജ്ജിക്കുന്നില്ല. നമുക്ക് സുവിശേഷം പറയുവാൻ കഴിയാതെ പോകുന്നത്, അല്ലെങ്കിൽ സുവിശേഷം എന്തുകൊണ്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യുവാൻ കഴിയാത്തതിന്റെ കാരണം സുവിശേഷത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. ഇതിന്റെ 1-ാം അധ്യായത്തിൽ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അല്ല 1-2 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ഇവിടെ ഇത് നേരത്തെ പ്രോമിസ് ചെയ്യപ്പെട്ടതാണ് ഈ സുവിശേഷം. ഇപ്പൊ സുവിശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം, ആമേൻ സ്തോത്രം, ദൈവരാജ്യത്തെ കുറിച്ച് ശക്തമായി കർത്താവ് പഠിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ സുവിശേഷം കേട്ടത്, സ്തോത്രം, ആദ്യമായി കേട്ട ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയിലേക്കാണ് ഇന്ന് രാത്രി കടന്നു പോകുന്നത്. ഇവിടെ പ്രവാചകന്മാർ മുഖാന്തരമാണ് ഇത് നേരത്തെ വാഗ്ദത്തം ചെയ്ത ഒരു സുവിശേഷമാണ്. അതിലേക്കാണ് പൗലോസ് പറഞ്ഞത്, എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അപ്പൊ സുവിശേഷം നേരത്തെ വാഗ്ദത്തം ചെയ്ത, അല്ലെങ്കിൽ ഇവിടെ പറയുന്നു which he promised beforehand through his prophets in the holy scriptures. ഇത് നേരത്തെ പ്രോമിസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് അത് മറ്റൊരു ഭാഗത്തിൽ കൂടെ
ഇത് എവിടെയാണ് ആദ്യം കേട്ടതെന്ന് വെളിപ്പെടുത്തുന്നു. നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ന്റെ 8-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കാം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. ഇംഗ്ലീഷിൽ പറയുന്ന അതേ വാക്യം തന്നെ. The scripture foreseeing that God would justify Gentiles by faith preached the gospel beforehand to Abraham, saying, all the nations will be blessed in you. ഇവിടെ അബ്രഹാമിനോടാണ് ആദ്യം ഈ സുവിശേഷം അറിയിക്കുന്നത്. എന്താണ്? നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി നിങ്ങളെ ഒരു ബൈബിൾ അല്ലെങ്കിൽ നമ്മളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ പോവുകയാണ്. നമ്മളെല്ലാവരും സുവിശേഷം പറയുന്നു. പക്ഷെ ഈ സുവിശേഷം എവിടെയാണ് ആദ്യം ഇത് കേട്ടത്? അബ്രഹാമാണ്. എന്നാൽ അബ്രഹാമിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വാക്തത്വം കേട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. ഞാൻ ഈ അബ്രഹാമിനെ പറ്റി ചിന്തിച്ചപ്പോൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നോഹയുടെ സമയത്ത് വലിയ ജലപ്രളയം ഉണ്ടായി. നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു, സേം, ഹാം, യാഫത്ത്. ജലപ്രളയത്തിന് ശേഷം സേമിൽ നിന്നും വരുന്ന സന്തതി പരമ്പരയാണ് അബ്രഹാം. ഹാം, യാഫത്തിൽ നിന്നാണ് ജാതികൾ കുലം കുലമായി പിരിഞ്ഞ് വിവിധ ഭാഷക്കാരായി ബാബേൽ ഗോപുരം കെട്ടിപ്പടുക്കുന്നു, ഭാഷ കലക്കുന്നു, ദൈവം അവരെ ചിതറിച്ചു കളയുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നോഹ പ്രളയത്തിന് ശേഷം നമ്മളത് വളരെ മനസ്സിലാക്കണം. ഈ സുവിശേഷത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുമ്പോൾ പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ ഈ നോഹ ജലപ്രളയത്തിന് ശേഷം നമ്മൾ നോഹയുടെ പുസ്തകം അവിടെ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ജലപ്രളയത്തിന് ശേഷം നോഹ യഹോവയ്ക്ക് യാഗപീഠം പണിതു ആരാധന കഴിച്ചു. നോഹ ആരാധന കഴിച്ചു, നോഹ ദൈവത്തോട് ചേർന്ന് നടന്നു എന്ന് നമുക്കറിയാം. എന്നാൽ പിന്നീട് അബ്രഹാം വരെയുള്ള തലമുറ എവിടെ ദൈവവുമായിട്ട് അവരുടെ ബന്ധം എന്താണ്? അവർ ദൈവത്തിനൊരു യാഗപീഠം പണിതതായിട്ട് കാണുന്നില്ല. നോഹ ഒരു മിസ്റ്റേക്ക് ചെയ്തായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്നു, ഒരു വലിയ മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിലെ വീഞ്ഞു കുടിച്ച് മത്തനായി, ലഹരി പിടിച്ച് ബോധം കെട്ട് വീണു, നഗ്നനായി. തന്റെ നഗ്നത അത് മറച്ചതിനെ പറ്റി എഴുതിയിരിക്കുന്നു. ആ തലമുറയെ അല്ലെങ്കിൽ ആ ഇളയ പുത്രനെ, ഹാമിനെ ശപിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ സേം ഒരു യാഗപീഠം കഴിച്ചതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. സേമിന്റെ തലമുറയിൽ അബ്രഹാമിന്റെ തലമുറ ഒരു 262 വർഷമാണ് എടുക്കുന്നത്. ഈ 262 വർഷം ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്ന ഒരു തലമുറയാണ് നമ്മളവിടെ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതിനകത്ത് എഴുതിയിട്ടില്ലെങ്കിൽ തന്നെയും എന്തുകൊണ്ട് അബ്രഹാമിനെ വിളിച്ചു? ഇവിടെ ദൈവം ഓരോരുത്തരെയും ഓരോ സമയത്തും വിളിച്ചിട്ടുണ്ടാകും. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്തില്ല. ആമേൻ. ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും ഇടപെടുന്ന ദൈവമാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി
ദൈവം ഓരോരുത്തരെയും വിളിക്കുന്നു. പക്ഷെ ആ വിളിയെ റെസ്പോണ്ട് ചെയ്യുന്നവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ കർത്താവ് പറഞ്ഞത്, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിച്ചവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ ആരും തന്നെ ദൈവവിളി കേട്ടതായോ റെസ്പോണ്ട് ചെയ്തതായിട്ടോ എഴുതിയിട്ടില്ല. എന്നാൽ അവിടെ നിന്ന് അബ്രഹാം മാത്രമാണ് ഈ വിളി റെസ്പോണ്ട് ചെയ്യുന്നത്. അബ്രഹാം വിളി കേട്ടു. അബ്രഹാം ഒരു ദൈവ ശബ്ദം കേട്ടു, നിന്നിൽ, സ്തോത്രം, നിന്നിലൂടെ ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ സുവിശേഷം പറയുവാൻ, ഈ ശബ്ദം കേൾക്കുവാൻ, ഈ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യുവാൻ ആരുമില്ലാതിരിക്കെ തേരകന്റെ പുത്രനായ അബ്രഹാം ഈ വിളി ഏറ്റെടുക്കുക. ഈ വിളി ഏറ്റെടുക്കുന്ന സമയത്ത് അബ്രഹാമിനെ കുറിച്ച് പറയുന്നു, അബ്രഹാം ബഹുസമ്പന്നനായി. അപ്പൊ ഒരു സമ്പന്നനായിട്ടുള്ള അബ്രഹാമിനോട് പറയുകയാണ്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. സ്തോത്രം. നമ്മുടെ എല്ലാം വിചാരം ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാമിന് കന്നുകാലികള്, വെള്ളി, പൊന്ന് മുതലായ ധാരാളം സമ്പത്തുണ്ടായി. ധാരാളം ദാസന്മാരുണ്ടായിരുന്നു. അതിനെ ഒന്നും വകവയ്ക്കാതെ ആ വിളി കേട്ട വിളി റെസ്പോണ്ട് ചെയ്ത് പുറപ്പെടുകയാണ്. ആ അനുസരണത്തോടെ വിളി കേട്ട് അനുസരിച്ചിറങ്ങിയപ്പോഴാണ് നിന്നിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, നിന്നെ ഞാൻ ബഹുജാതികളുടെ പിതാവാക്കും. റോമാലേഖനവും അവിടെ വ്യക്തമായിട്ട് പൗലോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാം ഈ വാക്തത്വം അത് ഏറ്റെടുത്തു. അഗ്രചർമ്മത്തിൽ ഇരുന്നപ്പോൾ അബ്രഹാം അത് വിശ്വാസത്താൽ ഏറ്റെടുത്തത് കൊണ്ട് അബ്രഹാമിനെ ദൈവം ജസ്റ്റിഫൈ ചെയ്തു, നീതീകരിച്ചു. അപ്പോൾ വിശ്വാസത്താൽ ഒരു നീതീകരണം അബ്രഹാമിന്റെ മേൽ നടന്നു എന്നുള്ളതാണ് സത്യം. അതാണ് പൗലോസിന് വെളിപ്പെട്ട് കിട്ടിയത്. ന്യായപ്രമാണത്തിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്ത പൗലോസ്, ഗമാലിയന്റെ കാലത്തിൽ നിന്ന് പഠിച്ച പൗലോസ്, ന്യായപ്രമാണത്തിന്റെ അകത്തടങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയില്ല പൗലോസ്. എന്നാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻകൗണ്ടർ ആയപ്പോഴാണ് പൗലോസിന്, സ്തോത്രം, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചപ്പോഴാണ് പൗലോസിന്, സ്തോത്രം, ന്യായപ്രമാണത്തിലെ മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തിയത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് ആമേൻ, സ്തോത്രം, ഇതിൽ കൂടെ ഒരു ദൂത് കൈമാറുകയാണ്. ആമേൻ, വിളി കേട്ട് ആമേൻ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുന്നവരെയാണ്, സ്തോത്രം, അടുത്ത ഒരു ജനറേഷനിലേക്ക് ആമേൻ അനുഗ്രഹിക്കുവാനായിട്ട്, അടുത്തൊരു തലമുറയെ ആമേൻ അനുഗ്രഹിക്കുവാനായിട്ട്, അടുത്തൊരു തലമുറയ്ക്ക് ഈ പെട്ടകം കൈമാറുവാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്നത്. അബ്രഹാമിനെ ദൈവം അതുകൊണ്ട് തിരഞ്ഞെടുത്തു. ആ വിളി കേട്ടു. വിളിക്കനുസരിച്ച് തൻ്റെ സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും തൻ്റെ കംഫർട്ട് സോൺ മുഴുവൻ പൊളിച്ച് പുറത്തിറങ്ങുവാനിടയായിത്തു. ഇന്ന് യേശുവിന് വേണ്ടി ആമേൻ ആര് ഇറങ്ങും? ഹല്ലേലൂയ. ഈ അനുഗ്രഹം സ്പ്രെഡ് ചെയ്യുവാൻ, ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാൻ ആമേൻ ആർക്ക് അതിനകത്ത് തയ്യാറാകുവാനായിട്ട് കഴിയും? സ്തോത്രം. അബ്രഹാം ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ എന്തുകൊണ്ട് അബ്രഹാം നോഹ യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു? 162 വർഷം ശേമിന്റെ തലമുറയിലേക്ക് വരുമ്പോൾ ദൈവത്തെ ഒരു വ്യക്തി പോലും ആരാധിച്ചതായി കാണുന്നില്ല. അവർ പിന്നെ ആരെയാണ് ആരാധിച്ചത്? യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം, സ്തോത്രം, അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്. യോശുവ 24:2. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു.
നോഹ ദൈവത്തെ ആരാധിച്ചു. 262 വർഷങ്ങൾക്ക് ശേഷം ഇവർ വിഗ്രഹാരാധികളായി മാറി. ഒരു വലിയ ഗ്യാപ്പ്. ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജനറേഷൻ വന്നാൽ പിന്നെയും വിഗ്രഹ ആരാധനയിലേക്ക് നീങ്ങുമെന്നുള്ളത് സംശയമില്ല. സ്തോത്രം. ഒരു കാലത്ത് നമ്മളിപ്പം നമ്മൾ ഈ രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാനഡയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ധാരാളം പെന്തക്കോസ്റ്റൽ ചർച്ചുകളുണ്ട്. പക്ഷെ പെന്തക്കോസ്റ്റ് ചർച്ചുകളെല്ലാം ഡെഡായി കിടക്കുക. ഒരു കാലത്ത് സ്തോത്രം സുവിശേഷവുമായിട്ട് വന്ന ഇവർ, ഹല്ലേലൂയ സ്തോത്രം, അവരിലെ എരിവുകൾ നഷ്ടപ്പെട്ടു പോയി. ആ ദേശത്തേക്ക് നമ്മളെ അയച്ചിരിക്കുകയാണ് ഈ സുവിശേഷവുമായിട്ട്. ആമേൻ സ്തോത്രം. ഡെഡായി പോയി കിടക്കുന്ന, ആമേൻ ഹല്ലേലൂയ, തലമുറകളുടെ മേൽ ദൈവത്തിന്റെ സുവിശേഷം നിന്നിലൂടെ നിന്റെ സന്തതി മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ സുവിശേഷം സ്പ്രെഡ് ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നുള്ള കാര്യം മറന്നു പോകും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിക്കും. വിളി കേട്ടു, വിളി റെസ്പോണ്ട് ചെയ്തു. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്ന അബ്രഹാമിനെ പ്രത്യേകമായിട്ട് ഒന്ന് ചൂസ് ചെയ്തല്ല. സ്തോത്രം. ഇവരെ എല്ലാം വിളിച്ചു. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഓഫർ ലെറ്റർ, ഒരു കമ്പനി ഒരു ഓഫർ ലെറ്റർ കൊടുക്കുമ്പോൾ, സ്തോത്രം, ഓഫർ ലെറ്റർ കൊടുക്കുമ്പോൾ ഈ ഓഫർ ലെറ്റർ സൈൻ ചെയ്താലേ കമ്പനി ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ദൈവം ഓഫർ ലെറ്റർ കൊടുത്തിരിക്കുക എല്ലാവർക്കും. പക്ഷേ ഓഫർ ലെറ്റർ സൈൻ ചെയ്യുന്നവർ മാത്രമേ ഇതിനകത്ത് കയറത്തുള്ളൂ. ഈ വിളി മൊത്തത്തിൽ വന്ന് കിടക്കുകയാണ്. ഈ വിളിക്ക് റെസ്പോണ്ട് ചെയ്യുന്നവരെയാണ് സ്തോത്രം അവന്റെ പങ്കാളികളാക്കി തീർക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാം ഈ ഓഫർ ഏറ്റെടുത്തു, ഈ വാഗ്ദത്തം ഏറ്റെടുത്തു. അതുകൊണ്ട് അബ്രഹാം ബഹുജാതികളുടെ പിതാവായി മാറി. ഇവിടെ പറയുന്നു, നിന്റെ സന്തതി മുഖാന്തരം ഒരു അടുത്ത ജനറേഷൻ അനുഗ്രഹിക്കും. പക്ഷെ ഈ വാഗ്ദത്തം ഇതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇസാക്കിനെ യാഗമർപ്പിച്ചിട്ട് ദൈവം അബ്രഹാമിൽ പ്രസാദിക്കുമ്പോൾ അവിടെ വെച്ചാണ് ഈ വാഗ്ദത്തം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അബ്രഹാമേ, നിന്നെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഉൽപ്പത്തി 22-ന്റെ-18 പറയുന്നു. അതിന്റെ അവസാനം പറയുന്നു, നിന്റെ സന്തതി മുഖാന്തരം സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ മനസ്സിൽ കൂടെ പെട്ടെന്ന് കടന്നു വരുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളാണ്, ഭൗതിക തലങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. സ്തോത്രം. പ്രോസ്പെരിറ്റി തിയോളജിയൊക്കെ എടുത്ത് പ്രോസ്പെരിറ്റി തിയോളജിക്കാരൊക്കെ ഇത് തന്നെ പ്രസംഗിക്കുന്നത്. സ്തോത്രം. അബ്രഹാമിന് ഓൾറെഡി അദ്ദേഹം ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. പിന്നെ എന്താണ് അനുഗ്രഹം എന്ന് പറയുന്നത്? അബ്രഹാമിനോട് നിന്നെ ഞാൻ ഐശ്വര്യമായിട്ട് പ്രോസ്പറായിട്ട് അനുഗ്രഹിക്കും. ആഗാറിനോട് പറഞ്ഞില്ല. ആഗാറിന് അനുഗ്രഹം മാത്രമേ പറഞ്ഞോളൂ, ഐശ്വര്യം പറഞ്ഞിട്ടില്ല. ഐശ്വര്യം എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഐശ്വര്യം എന്താണ്? സ്തോത്രലീ, ഞാൻ അതിലേക്ക് വരാം. ഈ വാഗ്ദത്തം പിന്നെ ഇസാക്കിലോട്ട് കൈമാറുകയാണ്. സ്തോത്രം. 26-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഇസാക്കിനോട് പറയുന്നു, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അടുത്ത ഈ വാഗ്ദത്തം പിന്നീട് വരുമ്പോൾ യാക്കോബിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക. ഇസാക്കിൽ യാക്കോബിനോട് പറയുന്നു, സ്തോത്ര, യാക്കോബ് ബേഥേൽ എന്ന സ്ഥലത്ത് വരുമ്പോൾ അവിടെ വെച്ച് വാഗ്ദത്തം പിന്നെയും ഓർപ്പിക്കുന്നു, നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ സുവിശേഷം, സ്തോത്രം, അല്ലെങ്കിൽ ഈ സുവിശേഷത്തിനായിട്ടാണ് പൗലോസിനെ വിളിച്ച് വേർതിരിച്ചത് എന്ന് പറയുന്നു. സ്തോത്രം. ഇവിടെ സന്തതിയെ കുറിച്ച് പറയുക. അപ്പോൾ നമ്മൾ അബ്രഹാമിന്റെ എടുക്കുമ്പോൾ നിന്റെ സന്തതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇസാക്കാണ് ഓർമ്മ വരുന്നത്. ഇസാക്കിനോട് പറയുമ്പോൾ നമുക്ക് യാക്കോബാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സന്തതിയെ കാണുകയാണ്. ഈ സന്തതി മറയപ്പെട്ടിരിക്കുകയാണ്. പൗലോസിന് വെളിപ്പെട്ടില്ല. എന്നാൽ ഗലാത്യ ലേഖനത്തോട്ട് വരുമ്പോഴാണ്, ഞാൻ വായിച്ച ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തോട്ട് വരുമ്പോൾ, സ്തോത്രം, ആ ഭാഗങ്ങൾ പൗലോസോട് വിവരിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. സ്തോത്രം. അതിന്റെ 3-ന്റെ 8 പറയുന്നു, ദൈവം
വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതി അനുഗ്രഹിക്കപ്പെടുന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. സ്തോത്രം. ഇനി അനുഗ്രഹം എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ സന്തതി ആരാണെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 16 വാക്യത്തിൽ പറയുന്നു, ഗലാത്യർ 3:16, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു. അപ്പോൾ അബ്രഹാമിനോടൊരു വാക്തത്വം പറയുകയാണ്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അത് മുമ്പ് കൂട്ടി അറിയിച്ചു ഈ സുവിശേഷം. ഇവിടെ പറയുന്നു അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു. സന്തതികൾക്കെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പൊ അബ്രഹാമിന്റെ സന്തതി പരമ്പര അവസാനിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിലാണ് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, സ്തോത്രം, ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. അബ്രഹാമിന്റെ സന്തതി ആരാണ് എന്ന് പൗലോസ് പറയുകയാണ്. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു. സന്തതികൾക്കെന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. സ്തോത്രം. ഈ ഭാഗം, സ്തോത്രം, നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിക്കാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അവിടെ പറയുന്നു. സ്തോത്രം. 22 ഞാൻ വായിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാർ എന്നെപ്പോലെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുക സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നു. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിനിടയിൽ ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാർ ഒക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. അപ്പോൾ ഒരു ജനറേഷൻ, പ്രിയമുള്ളവരെ, നാം ആണ് ഈ ജനറേഷൻ. നമ്മെ അനുഗ്രഹിക്കുവാനാണ് ദൈവം ആ സുവിശേഷം അവിടെ അറിയിച്ചത്. സ്തോത്രം. ഇവിടെ പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ എഴുന്നേറ്റ് നിന്ന് അവിടെ കൂടിയിരുന്ന ജനത്തോട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പിന്നെയും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നു, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങൾ തിരിക്കേണ്ടതിന് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് അവനെ അയച്ചിരിക്കുന്നു. അത് യേശു ക്രിസ്തുവിനെ പറ്റിയാ പറയുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിൽ കൂടെയാണ്, ആമേൻ, സ്തോത്രം, ബ്ലെസ്സിങ് വരുന്നത്. അതാണ് അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെ ഈ ബ്ലെസ്സിങ് വരുന്നു എന്ന്, സ്തോത്രം, തിരുവെഴുത്ത് മുമ്പ് കൂട്ടി അറിയിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നാമതായി ഈ അനുഗ്രഹം നമ്മുടെ മേൽ അയക്കാനായിട്ട് ഗലാത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, വായിച്ച സ്തോത്രം ആ ഭാഗത്തിന് ശേഷം 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ അവിടെ എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവകാശി സർവ്വ യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷമുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹകാരന്മാർക്കും കീഴ്പ്പെട്ടവരത്രേ ഞാൻ പറയും. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യപാഠങ്ങളിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അപ്പോൾ കാലസമ്പൂർണതയിൽ യേശു ക്രിസ്തു, ആമേൻ, സ്തോത്രം, ദൈവമായിരുന്ന യേശു ക്രിസ്തു മനുഷ്യനായിട്ട്, ആമേൻ, സ്തോത്രം, ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി
ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ചു. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നു, അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. ഇന്നലെ രാത്രി കർത്താവ് കേട്ടെ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സച്ചിൻ പാസ്റ്റർ കഴിഞ്ഞ രാത്രിയിൽ ഫേസ് ചർച്ചിൽ പ്രസംഗിച്ച ഭാഗം അതാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ന്യായപ്രമാണം, ആമേൻ സ്തോത്രം, അതിന്റെ അടിമത്തത്തിൽ കിടന്ന, അത് ഒരിക്കലും ചെയ്യുവാൻ കഴിയാതെ അതിന് ശാപം പേറി നടന്ന ജനത്തെ അതിൽ നിന്ന് പൂർണ്ണമായി റിക്കവർ ചെയ്ത് റിഡീം ചെയ്തത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ രക്തം കൊടുത്താണ്. അതാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്, നിങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് ദൈവം തിരിക്കേണ്ടതിന്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം അവനെ അയച്ചു. ആമേൻ സ്തോത്രം. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ മാത്രമല്ല, നിങ്ങളുടെ ശാപങ്ങളിൽ നിന്ന് വിടുതൽ മാത്രമല്ല, യഥാർത്ഥമായ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്. ഗലാത്യർ 3-ാം അധ്യായം പറയുന്നു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അബ്രഹാമിന്റെ സന്തതി എന്ന ഏകനായ യേശു ക്രിസ്തു നമ്മളെ ഭൂമിയിലേക്ക് വന്നത് ഒരു ബ്ലെസ് ചെയ്യാനാണ്, നമ്മളെ അനുഗ്രഹിക്കാനാണ്. സ്തോത്രം. ഇവിടെയുള്ള സകല കാര്യങ്ങളും നമുക്ക് ലഭിച്ചാലും യഥാർത്ഥമായ ഐശ്വര്യമായ ഒരു അനുഗ്രഹം ലഭിക്കണമെന്നില്ല. ഐശ്വര്യമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ പൂർത്തിയാകുകയുള്ളൂ. ഇതാണ് നമ്മൾ പറയേണ്ടത്. സ്തോത്രം. ഈ സുവിശേഷമാണ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ബ്ലെസ്സിങ്. സ്തോത്രം. എന്താണ് യേശു ക്രിസ്തു? ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയുന്നു, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഒന്ന്, അവന്റെ വാക്തത്വത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് സ്വന്തം പുത്രന്റെ ആത്മാവിനെ നമുക്ക് പങ്കുവച്ചു എന്നുള്ളതാണ്. സ്വപുത്രന്റെ ആത്മാവില്ലാത്തവനെ, ആമേൻ സ്തോത്രം, ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. സ്വപുത്രന്റെ ആത്മാവ് ഈ സർവ്വലോകവും നേടിയിട്ടും അവന്റെ ആത്മാവിനെ നേടിയില്ല എങ്കിൽ ഒരു പ്രയോജനമില്ല എന്ന് കർത്താവ് പരസ്യമായി പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ മർമ്മം പൗലോസിന്, ഞാൻ ഒരു വാക്ക് എടുത്തിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ മർമ്മം പൗലോസ് എഫേസ്യ സഭയോട് പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. എഫേസ്യ ലേഖനോട് പറഞ്ഞിട്ട് സ്തോത്രം ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, സ്തോത്രം, അല്ല 3-ാം അധ്യായം, അവിടെ പറയുന്നു, അതിന്റെ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. വെളിപ്പാടിനാൽ എനിക്ക് അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ പൗലോസിന് ഒരു മർമ്മം വെളിപ്പെട്ട് കിട്ടുകയാണ്. സ്തോത്രം. ആ മർമ്മം ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ന്യായപ്രമാണത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മം പൗലോസിന് വെളിപ്പെട്ട് കിട്ടി. സ്തോത്രം. അവിടെ പറയുന്ന ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. പൂർവകാലങ്ങളിൽ അത് വെളിപ്പെട്ടില്ല. ഉൽപ്പത്തി പഞ്ചഗ്രന്ഥം എഴുതിയ മോശയ്ക്ക് അത് വെളിപ്പെട്ട് കിട്ടിയില്ല. സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ പ്രവാചകന്മാർക്കും വിശുദ്ധ അപ്പോസ്തലന്മാർക്കും അത് വെളിപ്പെടുത്തിയ മർമ്മം, ആ മർമ്മത്തെ കുറിച്ച് ഇപ്രകാരം മിസ്റ്ററിയെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്. അതോ ജാതികൾ സുവിശേഷത്താൽ, എഫേസ്യ ലേഖനം 3-6, ഒന്ന് അതിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അനുഗ്രഹം? സ്തോത്രം, ഹല്ലേലൂയ, ക്രിസ്തുവേശുവിൽ ഒന്ന് കൂട്ടവകാശികളാകും. ആമേൻ. We are the partakers of in his inheritance. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, we are the, സ്തോത്രം, 6-ാം വാക്യത്തിൽ പറയുന്നു, to be specific, that Gentiles are fellow heirs and fellow members of the body and fellow partakers of promise in Christ Jesus through the gospel.
സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അനുഗ്രഹം ഇതാണ്. യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം അവർക്ക് പങ്കിട്ട അനുഗ്രഹം അതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ് നാം. പുതിയ നിയമസഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. യേശു ക്രിസ്തുവിന് കൊടുത്ത എന്തെല്ലാം അവകാശമുണ്ടോ അതെല്ലാം നമുക്കുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞ്, പിതാവ് പുത്രനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് പുത്രന്റെ മേൽ എന്തെല്ലാം അധികാരം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്കുമുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. പിതാവ് പുത്രന് രോഗശാന്തി വരം കൊടുത്തിട്ടുണ്ട്, നമുക്കുണ്ടത്. ആമേൻ. സ്തോത്രം. എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്കുള്ളതാണ്. സ്തോത്രം. യേശു എന്തെല്ലാം ചെയ്തോ അതിന്റെ എല്ലാം അവകാശങ്ങളും നമുക്കുള്ളതാണ്. ഈ വെളിപ്പാടാണ് നമ്മുടെ അകത്ത് വരേണ്ടത്. ഈ വെളിപ്പാടുമായി നമ്മൾ സുവിശേഷം പറയാൻ പോയാൽ അനേകർ വിടുവിക്കപ്പെടുവാനിടയായിത്തീരും. ഈ വെളിപ്പാടുമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു വലിയ വിടുതൽ നടക്കും ദേശത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ അയൽക്കാരിടയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുവാനിടയായിത്തീരും. നമ്മൾ ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശികളാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിന് കൊടുത്ത അതേ അവകാശങ്ങൾ നമുക്കും അവകാശപ്പെട്ടിരിക്കുന്നു. കർത്താവിന് കൊടുത്ത കൃപകൾ നമുക്കും ഹല്ലേലൂയ അവകാശപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നു, സ്തോത്രം, ഏക ശരീരം, ഒറ്റ ശരീരമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി, നമ്മുടെ സ്നേഹിതനായി, ഹല്ലേലൂയ, സ്തോത്രം, മാറുവാനിടയായി തീർന്നത്. നമ്മൾ അവന്റെ സഹോദരന്മാരാണ്. സ്തോത്രം. വാക്തത്വത്തിൽ പങ്കാളികളുമാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. ഞാനൊരു ചെറിയ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഈ നമ്മൾ സുവിശേഷം പറയാൻ ലജ്ജിക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ള, ആമേൻ, ആ ലജ്ജ മാറ്റാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഈ ഗോസ്പൽ നമുക്ക് മറ്റുള്ളവരോട് പറയുവാൻ, നമ്മളൊരു ദൈവ പൈതലാണെന്നുള്ള ഐഡന്റിറ്റി മറ്റുള്ളവർ വെളിപ്പെടുത്തുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? സ്തോത്രം. വളരെ പറയുവാനുണ്ടെങ്കിലും ഹല്ലേലൂയ. ഇന്നലെ രാത്രി കർത്താവിന്റെ ദാസന്റെ മെസ്സേജ് തന്നെ വളരെ ടച്ച് ചെയ്യുവാനിടയായിത്തു. ഹല്ലേലൂയ. സ്തോത്രം. എവിടെയാണ് നാം മാറ്റപ്പെടേണ്ടെന്നുള്ള ആ ഒരു നമ്മുടെ ചിന്തകൾ ഇന്ന് രാത്രി ഈ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ആഴത്തിൽ പതിയട്ടെ. ഞാൻ ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശിയാണ്, ദൈവഹിതത്താൽ അവകാശികളാണ്, വാക്തത്വത്തിൽ പങ്കാളിയാണ് ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാം ഇത് മനസ്സിലായി. സ്തോത്രം. അബ്രഹാമിനോട് പറയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങള്, കടൽക്കരയിലെ മണൽത്തരി, ഇതൊക്കെ പറയുമ്പോൾ അബ്രഹാം മനസ്സിലായ ഒരു വലിയ ജനസംഖ്യ, ഒരു ചെറിയ ജനക്കൂട്ടമല്ല. ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം, ആമേൻ, താമസിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു ബഹുജാതികളുടെ പിതാവായി തീരണമെങ്കിൽ ഒരു വലിയ പട്ടണം തന്നെ വേണ്ടി വരും. ആ കാലഘട്ടത്തിൽ ഒരു വലിയ പട്ടണം, ഹല്ലേലൂയ, സ്തോത്രം, പണിയുവാൻ അന്ന് അവർക്ക് കഴിവില്ല. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെയാണ്, ആമേൻ, സ്തോത്രം, അബ്രഹാം, ആമേൻ, യാക്കോബിനോടും ഇസാക്കിനോടും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നത് അതുകൊണ്ടാണ്. സ്തോത്രം. ഇത്ര വലിയ ഒരു ബ്ലെസ്സിംഗ് ഉള്ള, ഇത്ര വലിയ കവനന്റ് പൂർത്തിയാക്കാൻ പോകുന്ന ഒരു വലിയ പട്ടണം, ഒരു പുത്തനാം യെരൂശലേം, അതിനായിട്ട് അബ്രഹാം ആ കാലഘട്ടത്തിൽ കാത്തിരുന്നു. അത് പ്രാപിക്കുവാൻ കഴിഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ആ വാക്തത്വ നിവർത്തി പ്രാപിച്ചില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എന്റെ വാക്കിൽ അവസാനിപ്പിക്കുക. ആ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ആ പ്രോമിസ് കംപ്ലീറ്റ് ചെയ്തില്ല. ആ പ്രോമിസ് ഇനി വരാൻ പോകുന്ന ആ വാക്തത്വത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ പുതിയ നിത്യജീവൻ നമുക്കെന്ന വാക്തത്വം ഇതാകുന്നു. അവൻ നമുക്കെന്ന വാക്തത്വം നിത്യജീവൻ. 1 യോഹന്നാൻ 2:25 ഇതാകുന്നു അവൻ നമുക്കെന്ന വാക്തത്വം നിത്യജീവൻ തന്നെ. സ്തോത്രം. അതാണ് ഐശ്വര്യമായിട്ടുള്ള അനുഗ്രഹം. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും, എന്തെല്ലാം വസ്തുക്കൾ സമ്പാദിച്ചാലും, ഈ നിത്യജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ വാക്തത്വം എന്ന് പറയുന്ന പല കാര്യങ്ങളാണ്. ദൈവം ആ വാക്ത് ചെയ്തു, ഈ വാക്ത് ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ഈ വാക്തത്വം കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുവാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഇത് ദൈവം ഇവിടെ തന്ന വാക്തത്വമാണ്.
ഇത് ഇവിടെ തന്ന വാക്തത്വമല്ല, ഇത് ഇവിടുത്തെ പ്രോത്സാഹന സമ്മാനമാണ്. ഇതെല്ലാം കളഞ്ഞിട്ട് നാം പോകേണ്ടി വരും. സ്തോത്രം. ഈ സുവിശേഷത്തെ കുറിച്ച് നാം ലജ്ജിക്കാൻ പാടില്ല. ഇത് നമ്മൾ ശക്തമായി സ്പ്രെഡ് ചെയ്തേ മതിയാകുന്നു. അടുത്തൊരു ജനറേഷൻ, ആമേ സ്തോത്രം, 262 വർഷം ഈ പെട്ടകം ചുമക്കുവാൻ, ഈ വിളി കേൾക്കുവാൻ ആൾക്കാരിലായിരുന്നപ്പോൾ ഒരു അബ്രഹാം വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് അവന്റെ സന്തതിയിൽ കൂടെ യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയിൽ ഈ ബ്ലെസ്സിങ് കൈമാറ്റം ചെയ്യപ്പെടുവാൻ, ഈ പെട്ടകം ഹാൻഡ് ഓവർ ചെയ്യുവാൻ, അടുത്തൊരു ജനറേഷനെ വാർത്തെടുക്കുവാൻ, അടുത്തൊരു സൊസൈറ്റിയെ വാർത്തെടുക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ വിളിക്കായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സുവിശേഷം ലജ്ജയില്ലാതെ സ്പ്രെഡ് ചെയ്യുവാൻ കർത്താവിന്റെ കൂട്ടവകാശികളാണ്, ഏക ശരീരസ്ഥരാണ്, വാഗ്ദത്തത്തിൽ പങ്കാളികളാണ്. ആ ഒരു വെളിപ്പാട് ഏറ്റെടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ കൊണ്ട് അസാധ്യമായ പല കാര്യങ്ങളും സാധ്യമാക്കി തീർക്കുവാൻ കഴിയുമെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.